മക്കളെ, എല്ലാവർക്കും വിങ്സ് അക്കാദമിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ +1 എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അല്ലെ, നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും. എന്താന്ന് ഒന്നും അറിയാത്ത ഒരു സബ്ജക്റ്റ് ആയിരിക്കും ചിലപ്പോൾ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അല്ലെ, അപ്പൊ നമ്മൾ +1 ആദ്യമായിട്ട് പഠിക്കാൻ പോവുകയാണ് എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമി അഥവാ സമ്പദ് വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത്, എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, എക്കണോമിക്സിലെ നമ്മൾ +1 ആദ്യത്തെ വീഡിയോ ആണ്, എക്കണോമിക്സിന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ടുള്ള ഒരു 5 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ 5 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും, നമ്മൾ ഇതിന്റെ ക്ലാസ് ഒക്കെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലെ. അപ്പൊ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് പറയണേ. അതിൽ 5 എണ്ണമാണ് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബ്രിട്ടീഷ് എക്കണോമിക് പോളിസി? ബ്രിട്ടീഷ് എക്കണോമിക് പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? അതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എക്സ്പ്ലെയിൻ ദ സ്റ്റാഗ്നേഷൻ ഇൻ അഗ്രികൾച്ചർ സെക്ടർ ഡ്യൂറിംഗ് ബ്രിട്ടീഷ് റൂൾ. അതായത് ബ്രിട്ടീഷ് റൂളിന് കീഴിൽ ഇന്ത്യയിലെ അഗ്രികൾച്ചർ സെക്ടറിലെ സ്റ്റാഗ്നേഷൻ എങ്ങനെയായിരുന്നു? എന്താണ് സ്റ്റാഗ്നേഷൻ? തകർച്ച അല്ലെ, അല്ലെങ്കിൽ സ്തംഭനാവസ്ഥ. നമ്മളിത് ഓൾറെഡി പറഞ്ഞതാണ്. അതുപോലെ തന്നെ വാട്ട് ആർ ദ റീസൺസ് ഓഫ് സ്റ്റാഗ്നേഷൻ ഇൻ അഗ്രികൾച്ചർ? അഗ്രികൾച്ചറിലെ സ്റ്റാഗ്നേഷന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ആദ്യം ചോദിച്ചത് എന്തായിരുന്നു, സ്റ്റാഗ്നേഷൻ എന്താണെന്ന് അല്ലെ, എന്തൊക്കെയാണ് സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്നതെന്ന്. ഇതില് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നത് എന്താണ്, സ്റ്റാഗ്നേഷന്റെ റീസൺസ് ആണ്. ഓക്കെ, സ്റ്റാഗ്നേഷന്റെ റീസൺസ് ആണ് എന്ത് മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറയുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്, ലിസ്റ്റ് ഔട്ട് ദ മേജർ ഇമ്പാക്ട്സ് ഓൺ ഇൻഡസ്ട്രിയൽ സെക്ടർ. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ എന്തൊക്കെ ഇമ്പാക്ട്സ് ആണ് അല്ലെങ്കിൽ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളതെന്നാണ് നമ്മൾ നാലാമത്തെ ക്വസ്റ്റ്യനിൽ പഠിക്കുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, ഡ്യൂറിംഗ് ദ കൊളോണിയൽ റൂൾ ഇന്ത്യസ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്ഡ്, റൈറ്റ് ഡൗൺ ദ മേജർ ഡെവലപ്മെന്റ്സ്. അതായത് എന്തൊക്കെയാണ് ആ മേജർ ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ്? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നിട്ട് അവരാകെ ഒരു ഉപകാരം ചെയ്ത് എന്താണ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തു അല്ലെ. അതിനുള്ള അവരുടെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാൻ, നോട്ട്ബുക്ക് ഒക്കെ എടുത്തിട്ട് ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് ഒക്കെ എഴുതിയെടുക്കുക. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്ത്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബ്രിട്ടീഷ് എക്കണോമിക് പോളിസി? ബ്രിട്ടീഷ് എക്കണോമിക് പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന്. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവർക്ക് 2 മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 2 മെയിൻ ആയിട്ടുള്ള ലക്ഷ്യങ്ങളാണ് ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നത്. എന്തൊക്കെയാണ് ആ ലക്ഷ്യങ്ങൾ? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഈ കൊടുത്തിരിക്കുന്ന 2-fold ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കൊടുത്തിരിക്കുന്ന 2-fold ഒബ്ജക്റ്റീവ്സ് ആണ് എന്ത്, ബ്രിട്ടീഷുകാരുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ. ഒന്നാമത്തെ എന്താണ്, ടു യൂസ് ഇന്ത്യ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ് ഫോർ ബ്രിട്ടീഷ് ഇൻഡസ്ട്രീസ്. ബ്രിട്ടീഷ് ഇൻഡസ്ട്രീസിനുള്ള റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനുള്ള ഒരു സോഴ്സ് ആയിട്ട് ഇന്ത്യയെ മാറ്റാം. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ഇന്ത്യയിൽ കുറെ അധികം റിസോഴ്സസ് ഉണ്ട് അല്ലെ, കുറെ അധികം റിസോഴ്സസ് ഉണ്ട്. അതുപോലെ തന്നെ പല ഹാൻഡിക്രാഫ്റ്റ് പോലെയുള്ള സാധനങ്ങൾക്കൊക്കെ ഇന്ത്യ വേൾഡ് ഫേമസ് ആണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, റോ മെറ്റീരിയൽസ് ആയിട്ട് അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കളായിട്ട് ബ്രിട്ടനിലേക്ക് കടത്തിക്കൊണ്ട് പോവുക എന്നുള്ളതായിരുന്നു എന്ത്, ബ്രിട്ടീഷുകാരുടെ ഒന്നാമത്തെ പോളിസി. ഒന്നാമത്തെ പോളിസി എന്തായിരുന്നു, ഇന്ത്യനെ റോ മെറ്റീരിയൽസിനുള്ള ഒരു സോഴ്സ് ആക്കി മാറ്റുക, ഉറവിടമാക്കി മാറ്റുക. രണ്ടാമത്തെ എന്താണ്, ടു കൺവേർട്ട് ഇന്ത്യ മാർക്കറ്റ് ഫോർ ഗുഡ്സ് മാനുഫാക്ചർഡ് ഇൻ ബ്രിട്ടൻ. അതായത് ബ്രിട്ടനിൽ മാനുഫാക്ചർ ചെയ്ത ഗുഡ്സിന്റെ ഒരു മാർക്കറ്റ് ആയിട്ട് ഇന്ത്യനെ മാറ്റുക. എന്താണ്, ബ്രിട്ടനിൽ മാനുഫാക്ചർ ചെയ്ത ഗുഡ്സിന്റെ മാർക്കറ്റ് ആയിട്ട് ഇന്ത്യനെ മാറ്റുക. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എന്ത്, 2 ഒബ്ജക്റ്റീവ്സ് ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാർ വരുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. അപ്പോ ശരിക്കും പറഞ്ഞ സംഭവം ഉണ്ടായത് ഇങ്ങനെയാണ്. അതായത് അവർ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ഇവിടെയുള്ള റോ മെറ്റീരിയൽസ് ഒക്കെ എടുത്തുകൊണ്ട് പോയി അവിടേക്ക് എക്സ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയി. എന്നിട്ട് അവർ എന്ത് ചെയ്തു, അവിടെ ഈ സാധനങ്ങളൊക്കെ മെഷീനിൽ ഇട്ടിട്ട് ഫൈനൽ പ്രൊഡക്ട്സ് ആക്കി. എന്താണ് ഈ ഫൈനൽ പ്രൊഡക്ട്സ്, നമ്മുടെ കയ്യിലേക്ക് കൺസ്യൂം ചെയ്യാൻ കിട്ടുന്ന അവസ്ഥയിലാക്കി അല്ലെ. അതായത് ഒറിജിനൽ പ്രൊഡക്ട്സ് ആക്കിയിട്ട് മാറ്റി, എന്തിനെ, റോ മെറ്റീരിയൽസിനെ. എന്നിട്ട് എന്ത് ചെയ്തു, അത് തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ കൊണ്ടുവന്നു. ഇന്ത്യയിലേക്ക് തന്നെ കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് ചെയ്തു, ചീപ്പ് റേറ്റിൽ അത് അവർ ഇന്ത്യയിൽ വിറ്റു. സ്വാഭാവികമായിട്ടും റോ മെറ്റീരിയൽസ് ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ എന്തായി, ഇന്ത്യൻ ഇൻഡസ്ട്രീസിന് പ്രൊഡക്ഷൻ നടത്താനുള്ള റോ മെറ്റീരിയൽസിന് ഇന്ത്യയിൽ എന്ത് വന്നു, സ്കാർസ് വന്നു അല്ലെ. അതിന്റെയൊക്കെ അഭാവം ഇന്ത്യയിൽ ഉണ്ടായി. അതുപോലെ തന്നെ രണ്ടാമതുണ്ടായ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസും അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള കൈത്തറി പോലെയുള്ള തുണിത്തരങ്ങൾക്കൊക്കെ എന്താണ്, കുറച്ച് വില കൂടുതലായിരുന്നു. അത് എന്തുകൊണ്ടാണ്, അവർ ഹാൻഡ് മെയ്ഡ് ആണ് അല്ലെ, നമ്മൾ മനുഷ്യരുണ്ടാക്കുന്നതാണ്. പക്ഷേ ബ്രിട്ടനിൽ അവർ കൊണ്ടുവന്നത് മെഷീൻ മെയ്ഡ് ആയിട്ടുള്ള ഗുഡ്സ് ആണ്. അതിനൊക്കെ എന്ത് ചെയ്തു,
അവർ ചീപ്പ് റേറ്റിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്കാർ എന്ത് ചെയ്തു? ഇന്ത്യക്കാര് മനഃപൂർവ്വമല്ല, അവരുടെ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് അല്ലെ. നമ്മൾ പറഞ്ഞു എല്ലാ സെക്ടറുകളിലും സ്റ്റാഗ്നേഷൻ ഉണ്ടായി, ഇന്ത്യക്കാർക്ക് വേണ്ട രീതിയിൽ എന്താണ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായി, അതുപോലെ തന്നെ എന്താണ് അവർക്ക് വേണ്ട രീതിയിൽ ഇൻകം ഉണ്ടായില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്ന ചീപ്പ് റേറ്റിലുള്ള സാധനങ്ങൾ മേടിച്ചു. സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിനൊക്കെ ഇത് വളരെ മോശമായിട്ട് തന്നെയാണ് അഫക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു? ടു ഫോൾഡ് ഒബ്ജക്റ്റീവ്സിന്റെ ഔട്ട്കംസ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവർക്ക് ഉണ്ടായിട്ടുള്ള 2 ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തത് സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ് ആണ് അല്ലെ, അസംസ്കൃത വസ്തുക്കൾക്കുള്ള ഒരു ഉറവിടമായിട്ട് ഇന്ത്യനെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ എന്താണ്? ഗുഡ്സ് മാനുഫാക്ചർ ചെയ്തിട്ടുള്ള, ബ്രിട്ടനിൽ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഗുഡ്സിന്റെ ഒരു എന്തായിട്ട് മാർക്കറ്റ് ആയിട്ട് ഇന്ത്യനെ കൺവേർട്ട് ചെയ്യുക, മാറ്റിയെടുക്കുക. അതാണ് എന്ത്? ഇത് രണ്ടുമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവർക്ക് ഉണ്ടായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എക്സ്പ്ലെയിൻ ദ സ്റ്റാഗ്നേഷൻ ഇൻ അഗ്രികൾച്ചർ സെക്ടർ ഡ്യൂറിംഗ് കൊളോണിയൽ റൂൾ. അതായത് കോളനി ഭരണത്തിന്റെ കീഴിൽ എങ്ങനെയൊക്കെയാണ് അഗ്രികൾച്ചർ സെക്ടറിൽ സ്റ്റാഗ്നേഷൻ ഉണ്ടായത്, തകർച്ച ഉണ്ടായത്, അല്ലെങ്കിൽ ഒരു സ്തംഭനാവസ്ഥ ഉണ്ടായെന്നാണ് നമ്മൾ ഇതിലൂടെ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ പോയിന്റ് ഒന്ന് നിങ്ങൾ വായിച്ചേ. ബ്രിട്ടീഷ് അഗ്രീരിയൻ സിസ്റ്റം ക്രിയേറ്റഡ് സ്റ്റാഗ്നേഷൻ ഇൻ അഗ്രികൾച്ചർ, ഇൻഡപ്റ്റഡ് പെസൻട്രി ആൻഡ് ലാൻഡ്ലെസ് ലേബറിംഗ് ക്ലാസ്. അതായത് ബ്രിട്ടീഷ് അഗ്രീരിയൻ സിസ്റ്റം, അതായത് ബ്രിട്ടീഷുകാരുടെ കാർഷിക രീതികൾ അല്ലെ. നമ്മൾ ഇവിടെ ഒരു കാർഷിക രീതിയാണ് പിന്തുടർന്ന് പോയിരുന്നത്. പക്ഷെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഇന്ത്യയിലേക്ക് വന്നിട്ട് നമ്മുടെ സിസ്റ്റംസ് ഒക്കെ അങ്ങോട്ട് മാറ്റി. അങ്ങനെ അത് എന്ത് ചെയ്തു? സ്റ്റാഗ്നേഷൻ ഉണ്ടാക്കി, തകർച്ച ഉണ്ടാക്കി. അതുപോലെ തന്നെ ഇൻഡപ്റ്റഡ് പെസൻട്രി, അതായത് കടബാധ്യതയ്ക്ക് കൂടി. അതുപോലെ ലാൻഡ്ലെസ് ലേബറിംഗ് ക്ലാസ്, അതായത് ഭൂമിയില്ലാത്ത, സ്വന്തമായിട്ട് ലാൻഡ് ഇല്ലാത്ത കൃഷിക്കാരുടെ എണ്ണവും വർദ്ധിച്ചു. ഓക്കെ, ബ്രിട്ടീഷുകാർ വന്നിട്ട് എന്ത് ചെയ്തു? അവരുടെ അഗ്രേറിയൻ സിസ്റ്റം, കാർഷിക രീതികൾ ഇന്ത്യയിൽ നടപ്പിലാക്കി. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ എന്തുണ്ടായി? സ്റ്റാഗ്നേഷൻ ഉണ്ടായി, അഗ്രികൾച്ചറിൽ സ്റ്റാഗ്നേഷൻ ഉണ്ടായി. അതുപോലെ ഇൻഡപ്റ്റഡ് പെസൻട്രി അല്ലെ, കടബാധ്യതകൾ വർദ്ധിച്ചുകൊണ്ടിരുന്നു നമ്മുടെ ഫാമേഴ്സിന്റെ. അതുപോലെ തന്നെ ലാൻഡ്ലെസ് ലേബറിംഗ് ക്ലാസ്, കൃഷിക്കാരുടെ ഭൂമിയും നഷ്ടപ്പെട്ടു. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ സ്റ്റാഗ്നേഷൻ. രണ്ടാമത്തെ വായിക്കുക. ബേസിക് പോളിസി ഓഫ് ബ്രിട്ടീഷ് വാസ് ടു എക്സ്ട്രാക്ട് ലാൻഡ് ടാക്സ്, ഡിസ്ട്രസ് സെയിൽ ഓഫ് ലാൻഡ് ടു പേ ലാൻഡ് റവന്യൂ വാസ് എൻകറേജ്ഡ്. അതായത് ബ്രിട്ടീഷുകാരുടെ ബേസിക് പോളിസി, അവരുടെ എന്താണ് ബേസിക് ആയിട്ടുള്ള പോളിസി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫാമേഴ്സിന്റെ കയ്യിൽ നിന്ന് ലാൻഡ് ടാക്സ് വാങ്ങുക, ഭൂനികുതി വാങ്ങുക എന്നുള്ളതായിരുന്നു എന്ത്? നമ്മുടെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഫാമേഴ്സ് എന്ത് ചെയ്യേണ്ടി വന്നു? അവരുടെ കയ്യിലുള്ള മിച്ചമുള്ള ഭൂമി വിറ്റിട്ട്, അത് സെയിൽ ചെയ്തിട്ട് ആ പൈസ ഉപയോഗിച്ചിട്ട് ബ്രിട്ടീഷുകാരുടെ അടുത്ത് ടാക്സ് അടയ്ക്കേണ്ടി വന്നു. സ്വാഭാവികമായിട്ടും ഈ കർഷകർക്ക്, ഫാമേഴ്സിന്റെ ഒക്കെ ലാൻഡ് ഇവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കണേ? നമ്മുടെ ടാക്സ്, ബ്രിട്ടീഷുകാരുടെ ബേസിക് പോളിസി എന്താണ്? ടാക്സ് വാങ്ങുക, നമ്മുടെ കയ്യിൽ നിന്ന്, നമ്മുടെ ഫാമേഴ്സിന്റെ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് അവർ കർഷകരെ പല രീതിയിൽ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അത് സഹിക്കാൻ വയ്യാതെ നമ്മുടെ കർഷകർ എന്ത് ചെയ്തു? അവര് കൃഷി ചെയ്യുന്ന ലാൻഡ് അത് വിറ്റിട്ട് ആ പൈസ ഉപയോഗിച്ചിട്ട് ലാൻഡ് ടാക്സ് പേ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഇത് എന്തിനു കാരണമായി? സ്റ്റാഗ്നേഷന് കാരണമായി. എങ്ങനെ സ്റ്റാഗ്നേഷന് കാരണമാവും നമുക്ക് പറയാൻ പറ്റും? കൃഷിഭൂമിയിൽ അല്ലെ, ഭൂമിയിലാണ്, നമ്മൾ ലാൻഡിലാണ് കർഷകർ കൃഷി ചെയ്യുന്നത് അല്ലെ. ആ ലാൻഡ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കർഷകർക്ക് അവർക്ക് ജോലി ചെയ്യാനുള്ള അല്ലെങ്കിൽ കൃഷി ചെയ്യാനുള്ള ഭൂമി ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെ പ്രത്യേകിച്ച് പ്രൊഡക്ഷൻ ഒന്നും നടക്കാതെ അഗ്രികൾച്ചർ സെക്ടറിൽ ഒരു സ്റ്റാഗ്നേഷന് കാരണമാകും, അല്ലെങ്കിൽ ഒരു തകർച്ചയ്ക്ക് കാരണമാകുന്നു. പിന്നെ മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് എന്താണ്? റവന്യൂ കളക്ഷൻ ഇൻക്രീസ്ഡ് ആൻഡ് പ്രൈസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഡിക്ലൈൻഡ്. അതായത് റവന്യൂ കളക്ഷൻ കൂടിക്കൊണ്ടിരുന്നു, അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്തു? ഫുഡ് ഗ്രെയിൻസിന്റെ പ്രൈസ്, ഓക്കെ, ഫുഡ് ഗ്രെയിൻസിന്റെ പ്രൈസ് എന്ത് ചെയ്തു? കുറഞ്ഞുകൊണ്ടിരുന്നു. എങ്ങനെയാണ് കുറയുക? ഫുഡ് ഗ്രെയിൻസിന്റെ റവന്യൂ കളക്ഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്തു? ഈ ആളുകളുടെ ആ ഒരു അല്ലെങ്കിൽ ഫുഡിന്റെ ഒക്കെ പ്രൈസ് കുറഞ്ഞുകൊണ്ടിരുന്നു. കുറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിലുള്ള പ്രശ്നങ്ങളല്ല. ഒന്നാമത് ബ്രിട്ടീഷുകാർക്ക് അല്ലെങ്കിൽ സാധാരണ ആളുകൾക്ക്, ഓക്കെ, സാധാരണ ആളുകൾക്ക് അതെന്താണ്? അഡ്വാൻറ്റേജ് ആണ്. സാധനങ്ങളുടെ വില കുറയുമ്പോൾ അവർക്ക് വാങ്ങാനായിട്ട് എളുപ്പമായിരിക്കും, നമ്മൾ വാങ്ങുന്ന ആളുകൾക്ക്. പക്ഷേ അത് വിൽക്കുന്ന കർഷകരെ സംബന്ധിച്ചിട്ട് അവർക്ക് വലിയ രീതിയിലുള്ള നഷ്ടമാണ് ഇവിടെ സംഭവിക്കുക. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ പോയിന്റ് എന്താണ്? റവന്യൂ കളക്ഷൻ ഇൻക്രീസ്ഡ് ആൻഡ് പ്രൈസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഡിക്ലൈൻഡ്. റവന്യൂ കളക്ഷൻ കൂടിക്കൊണ്ടിരുന്നു, അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്തു? ഫുഡ് ഗ്രെയിൻസിന്റെ ആ ഒരു വില അല്ലെ, പ്രൈസ് എന്ത് ചെയ്തു? ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരുന്നു, കുറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ നാലാമത്തെ പോയിന്റ് ആണ് റൂറൽ ഇൻഡപ്റ്റ്നെസ് ഇൻക്രീസ്ഡ്. അതായത് റൂറൽ ഇൻഡപ്റ്റ്നെസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്രാമീണ മേഖലയിലെ കടബാധ്യത. ഓക്കെ, ഗ്രാമീണ മേഖലയിൽ കടബാധ്യതകൾ കൂടിക്കൊണ്ടിരുന്നു. എങ്ങനെയാണ് കടബാധ്യതകൾ കൂടുക?
നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവര് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിനെ സ്റ്റാഗ്നേഷനിലാക്കി. ഒന്നാമത്തെ കാര്യം ലാൻഡ് ടാക്സ് വാങ്ങുക എന്നുള്ളതായിരുന്നു അവരുടെ ബേസിക് പോളിസി. കർഷകരെ ചൂഷണം ചെയ്തിട്ട് അവർ എന്ത് ചെയ്തു? മാക്സിമം അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയെടുത്തു, ലാൻഡ് ടാക്സ് ആയിട്ട് വാങ്ങിയെടുത്തു. ഇത് അടയ്ക്കാനില്ലാതാവുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കർഷകർ എന്ത് ചെയ്തു? ലാൻഡ് സെല്ല് ചെയ്തു, ആ പൈസ ഉപയോഗിച്ച് ലാൻഡ് ടാക്സ് അടച്ചു. പിന്നെ പ്രൊഡക്ഷൻ ഒന്നും പ്രത്യേകിച്ച് നടക്കുന്നില്ല അല്ലെ. അതുകൊണ്ട് തന്നെ എന്താണ്? റൂറൽ ഇൻഡെപ്റ്റ്നസ്, ഈ ലാൻഡ് ടാക്സ് അടയ്ക്കാനില്ലാതായി വരുമ്പോൾ അവരെന്ത് ചെയ്യേണ്ടി വന്നു? കടം വാങ്ങേണ്ടി വന്നു. അങ്ങനെ ഗ്രാമീണ മേഖലകളിലെ എന്താണ്? ഇൻഡെപ്റ്റ്നസ്, അതായത് കടബാധ്യതകൾ കൂടിക്കൊണ്ടിരുന്നു. ഓക്കെ. അതുപോലെ തന്നെ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഫാമേഴ്സ് ഇൻകം റിമെയിൻഡ് ലോ ഡ്യൂ ടു ലോ പ്രൊഡക്ടിവിറ്റി. അതായത് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റിയും ഫാമേഴ്സിന്റെ ഇൻകം ഒക്കെ എന്ത് ചെയ്തു? കുറവായിരുന്നു ഡ്യൂ ടു ലോ പ്രൊഡക്ടിവിറ്റി. നമ്മൾ പറഞ്ഞു പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. എങ്ങനെ? നമ്മൾ ലാൻഡ് ഇല്ല അല്ലെ, കർഷകർക്ക് ലാൻഡ് ഇല്ല, അതുകൊണ്ട് തന്നെ എന്താണ്? പ്രൊഡക്ടിവിറ്റിയും കുറവായിരുന്നു അല്ലെ, പ്രൊഡക്ഷൻ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റിയും അതുപോലെ തന്നെ ഫാമേഴ്സ് ഇൻകം, കൃഷിക്കാരുടെ വരുമാനം എപ്പോഴും എന്തായിരുന്നു? കുറവായിരുന്നു, വളരെ കുറവായിരുന്നു. ഓക്കെ. ഇതൊക്കെയാണ് അഗ്രികൾച്ചർ സെക്ടറിലെ ബ്രിട്ടീഷ് റൂളിൽ ഉണ്ടായിട്ടുള്ള സ്റ്റാഗ്നേഷൻസ്, തകർച്ചകൾ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു 5 പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നോട്ടിൽ എഴുതി വെച്ചിട്ട് പഠിക്കുക. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ റീസൺസ് ഓഫ് സ്റ്റാഗ്നേഷൻ ഇൻ അഗ്രികൾച്ചർ? നമ്മൾ നേരത്തെ പഠിച്ച എന്തായിരുന്നു? സ്റ്റാഗ്നേഷൻ ആണ്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? സ്റ്റാഗ്നേഷന്റെ റീസൺസ് എന്തൊക്കെയാണ്? ഓക്കെ, സ്റ്റാഗ്നേഷന്റെ റീസൺസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെയാണ് എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം. എന്താണ് ഈ ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം എന്ന് വെച്ചാൽ? നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ മൻസബ്ദാരി, ജാഗിർദാരി എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള സിസ്റ്റംസ് അല്ലെ. അതിനനുസരിച്ച് അത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ട്? കൃഷിക്കാരിൽ നിന്നും, ഫാമേഴ്സിന്റെ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങാനായിട്ടുള്ളത്. അങ്ങനെയുള്ള എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള, ചൂഷണാത്മകമായിട്ടുള്ള ഈ ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റംസ്, അതായത് ഭൂനികുതി സമ്പ്രദായങ്ങൾ എന്ത് ചെയ്തു? നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിനെ സ്റ്റാഗ്നേഷനിലാക്കി. അതുപോലെ തന്നെ ലോ ലെവൽ ഓഫ് ടെക്നോളജി, അതായത് നമ്മുടെ ഫാമേഴ്സിന് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ടെക്നോളജി ഒന്നും ബ്രിട്ടീഷുകാരെ നമുക്ക് വേണ്ട രീതിയിൽ പ്രൊവൈഡ് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? ഇതും അഗ്രികൾച്ചർ സെക്ടറിനെ ഒരു സ്റ്റാഗ്നേഷനിലേക്കാണ് കൊണ്ടെത്തിച്ചത്. ഓക്കെ. പിന്നെ എന്താണ്? നെഗ്ലിജിബിൾ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് അല്ലെ. അതായത് എന്താണ്? ഈ ഒരു വളങ്ങളുടെയൊക്കെ ശുഷ്കമായിട്ടുള്ള ഉപയോഗം, അതായത് കുറഞ്ഞ രീതിയിലുള്ള വളപ്രയോഗം. അത് ബ്രിട്ടീഷുകാര് നമുക്ക് വേണ്ട രീതിയിലുള്ള സൗകര്യങ്ങളൊന്നും ചെയ്തു തന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. അതിലൊന്നാണ് ഈ ഫെർട്ടിലൈസേഴ്സിന്റെ ഒക്കെ കാര്യം. കൃഷിയിൽ നിന്നുള്ള പ്രൊഡക്ടിവിറ്റി നമുക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള സാധനങ്ങൾ വേണം അല്ലെ. വളപ്രയോഗം കൃത്യമായിട്ട് നടത്തണം. അതിനുള്ള ഫെസിലിറ്റീസ് ഒന്നും നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നില്ല. അതുപോലെ തന്നെയാണ് ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്. നമുക്കറിയാം കൃഷി ചെയ്യുമ്പോൾ അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് ഈ വെള്ളം എന്ന് പറയുന്നത്. ഇറിഗേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ജലസേചനം. വേണ്ട രീതിയിലുള്ള ഇറിഗേഷൻ ഇല്ല, ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഇല്ല. കൃഷിക്ക് നമ്മൾ ഇറിഗേഷൻ ഫെസിലിറ്റീസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അതിന് നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ പറ്റുമോ? അല്ലെങ്കിൽ അതിന് നമുക്ക് എന്തെങ്കിലും ഔട്ട്പുട്ട് കിട്ടുമോ? ഇല്ല. ഓക്കെ. അങ്ങനെ ഒരു സ്റ്റാഗ്നേഷന്റെ കാരണമായിട്ട് നമുക്ക് എന്തിനെ പറയാം? ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് പറയാനായിട്ട് സാധിക്കും. പിന്നെയാണ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. എന്താണ് ഈ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്? അതായത് നമ്മൾ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് വരെ നമ്മൾ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിരുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ഫുഡ് ക്രോപ്സ് ആണ്. അതായത് നമ്മുടെ ഭക്ഷ്യാവശ്യത്തിനുള്ള അരി, ഗോതമ്പ് പോലെയുള്ള സാധനങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്? ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ചിരുന്നത്. പിന്നെ സംഭവിച്ച കാര്യം എന്ന് വെച്ചാല് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നിട്ട് നമ്മളോട് പറയുകയാണ് ഇനി ഫുഡ് ക്രോപ്സ് നിങ്ങൾ കൂടുതലായിട്ട് കൃഷി ചെയ്യണ്ട, ക്യാഷ് ക്രോപ്സ് നിങ്ങൾ കൃഷി ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എന്താണ് ഈ ക്യാഷ് ക്രോപ്സ്? സുഗന്ധവ്യഞ്ജനങ്ങൾ, ഏലക്കായ, കുരുമുളക് പോലെയുള്ള സാധനങ്ങൾ നിങ്ങൾ ഇനി കൃഷി ചെയ്താൽ മതി എന്ന് ബ്രിട്ടീഷുകാർ വന്ന് നമ്മളോട് പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും അവർ നമ്മളോട് അങ്ങനെ പറയാൻ കാരണം? അതായത് ഈ ഭക്ഷ്യ സാധനങ്ങൾ കൂടുതലും ഇന്ത്യയിലെ യൂസിനാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഈ ക്യാഷ് ക്രോപ്സ് എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാര് ഇന്ത്യക്കാരെ കൊണ്ട് ഈ ക്യാഷ് ക്രോപ്സ്, നമ്മള് ഇൻഡിഗോ റിവോൾട്ട് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം ഇതൊക്കെ തന്നെയാണ്. ഓക്കെ. അതായത് കൊമേഴ്ഷ്യലൈസേഷൻ. അവർ പറഞ്ഞു ക്യാഷ് ക്രോപ്സിന് നമ്മൾ കൃഷി ചെയ്താൽ മതി. എന്തുകൊണ്ടായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക അങ്ങനെ? ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും? ഇവിടെ ഉണ്ടാക്കുന്ന ക്യാഷ് ക്രോപ്സ് ഒക്കെ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകും. അതിൽ നിന്ന് അവർക്ക് ഹൈ പ്രോഫിറ്റ് ആ കിട്ടിയിരുന്നത്. നല്ല രീതിയിൽ ബ്രിട്ടീഷുകാർക്ക് വളരാനായിട്ട് നമ്മുടെ ഇവിടുത്തെ ക്യാഷ് ക്രോപ്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പകരം നമുക്ക് എന്താ കിട്ടിയത്? ഭക്ഷ്യക്ഷാമമാണ് അല്ലെ. ഫുഡ് ക്രോപ്സ് വേണ്ട രീതിയിൽ പ്രൊഡക്ഷൻ നടത്താത്തതുകൊണ്ട് ഇന്ത്യക്കാര് പല ആളുകളും എന്ത് ചെയ്തു?
പട്ടിണിയിലായി മരണം വരെ സംഭവിച്ച സംഭവങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് എന്ത് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അഗ്രികൾച്ചറിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്തപ്പോ, അതായത് വാണിജ്യവൽക്കരിച്ചപ്പോ എന്ത് സംഭവിച്ചു? അഗ്രികൾച്ചർ സെക്ടറിൽ ഒരു സ്റ്റാഗ്നേഷൻ സംഭവിച്ചു. പിന്നെയാണ് പറയുന്നത് പാർട്ടീഷൻ ഇൻ ഇന്ത്യ 1947. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 ആ സമയത്ത് എന്ത് ചെയ്തു? ഇന്ത്യനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഇന്ത്യ ആയിട്ടും പാകിസ്ഥാനായിട്ടും നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ടും സംഭവിച്ചതെന്ന് വെച്ചാല് ഇന്ത്യയിലെ ഫെർട്ടൈൽ ആയിട്ടുള്ള സോയില്, ഫലഭൂയിഷ്ഠമായിട്ടുള്ള ഭൂമിയൊക്കെ എന്ത് ചെയ്തു? പാകിസ്ഥാനിലേക്ക് പോയി. വലിയ രീതിയിൽ ഫെർട്ടൈൽ ആയിട്ടുള്ള ഫലഭൂയിഷ്ഠമായിട്ടുള്ള ഭൂമിയൊക്കെ എങ്ങോട്ട് പോയി? പാകിസ്ഥാനിലേക്ക് പോയി. അതും എന്ത് ചെയ്തു? നമ്മുടെ സ്റ്റാഗ്നേഷന്റെ ഒരു റീസൺ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 6 പോയിന്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റാഗ്നേഷന്റെ റീസൺസ് എന്തൊക്കെയാണെന്ന്. ഓക്കെ, ഒന്നാമത്തെയാണ് എന്ത്? എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം, ലോ ലെവൽ ഓഫ് ടെക്നോളജി, നെഗ്ലിജിബിൾ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, അതുപോലെ തന്നെ പാർട്ടീഷൻ ഇൻ ഇന്ത്യ 1947. ഇതെല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ലിസ്റ്റ് ഔട്ട് ദ മേജർ ഇമ്പാക്ട്സ് ഓൺ ഇൻഡസ്ട്രിയൽ സെക്ടർ. വ്യവസായ മേഖലയിൽ ബ്രിട്ടീഷ് കൊളോണിയൽ റൂള് എന്തൊക്കെ ഇമ്പാക്ട്സ് ആണ്, മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് നമ്മള് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ പോയിന്റ് ഒന്ന് വായിച്ചേ. ഡിസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ആൻഡ് മാസീവ് അൺഎംപ്ലോയ്മെന്റ്. അതായത് ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിന് എന്ത് ചെയ്തു? ഡിസ്ട്രക്ഷൻ, അതായത് തകർച്ച, അല്ലെ, ഒരു സ്തംഭനാവസ്ഥ അല്ലെങ്കിൽ തകർച്ചയിലേക്ക് എന്തുകൊണ്ട് എത്തിച്ചു? ഈ ഇൻഡസ്ട്രിയൽ പോളിസീസ്, ബ്രിട്ടീഷുകാരുടെ ഇൻഡസ്ട്രിയൽ പോളിസീസ് കൊണ്ടെത്തിച്ചു. അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത്? ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിനൊക്കെ ഭയങ്കര വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു കൺട്രി ആയിരുന്നു നമ്മുടെ ഇന്ത്യ. അങ്ങനെ എന്താണ്, അതിന് വേണ്ട രീതിയിൽ എന്തില്ല? സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ട്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാര് റോ മെറ്റീരിയൽസ് കൊണ്ടുപോയിട്ട് അവിടുത്തെ പ്രൊഡക്ട്സ് വിൽക്കുമ്പോൾ ഇവിടുത്തെ പ്രൊഡക്ട്സ്, ഇന്ത്യയിലെ പ്രൊഡക്ട്സ് ആരും വാങ്ങുന്നില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്ത് കൂടി? അൺഎംപ്ലോയ്മെന്റ് കൂടി, അതായത് തൊഴിലില്ലായ്മ രൂക്ഷമായി. ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിലും കോട്ടേജ് ഇൻഡസ്ട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും തൊഴിലുണ്ടോ ഇവിടെ? ഇല്ല. അങ്ങനെ അൺഎംപ്ലോയ്മെന്റും ഉണ്ടായി. അതുപോലെ തന്നെ ലോക്കൽ പ്രൊഡക്ട്സ് വേർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് വിത്ത് ഫോറിൻ പ്രൊഡക്ട്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ എന്താ ഇവിടെ പറയുന്നത്? ബ്രിട്ടീഷുകാരെ റോ മെറ്റീരിയൽസ് കൊണ്ടുപോയി മാനുഫാക്ചർഡ് ഗുഡ്സ് ഉണ്ടാക്കി ലോ പ്രൈസിൽ ഇവിടെ കൊണ്ട് വിറ്റപ്പോ നമ്മുടെ ഹൈ പ്രൈസ് ഉള്ള ഇന്ത്യൻ ഗുഡ്സിന്, ഇന്ത്യൻ പ്രൊഡക്ട്സിന് ഫോറിൻ പ്രൊഡക്ട്സ് എന്തായി? സബ്സ്റ്റിറ്റ്യൂട്ട് ആയി. എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് വെച്ചാല്? പകരം വെക്കുക, അല്ലെ? എന്താണ്? പകരമായിട്ട് മാറി. സ്വാഭാവികമായിട്ടും ഇന്ത്യക്കാർ എന്ത് വാങ്ങി എന്നാ പറയണേ? ഈ ലോ പ്രൈസിലുള്ള ബ്രിട്ടൻ പ്രൊഡക്ട്സ് വാങ്ങി. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ലോക്കൽ പ്രൊഡക്ട്സ് ഫോറിൻ പ്രൊഡക്ട്സുമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയണേ? ഇന്ത്യ ബിക്കം എ മാർക്കറ്റ് ഫോർ ബ്രിട്ടീഷ് ഗുഡ്സ്. ബ്രിട്ടീഷ് ഗുഡ്സിനുള്ള ഒരു മാർക്കറ്റ് ആയിട്ട് ഇന്ത്യ മാറി. നമ്മൾ 2-fold ഒബ്ജക്റ്റീവ്സിൽ പഠിച്ചതാണ്, അല്ലെ? അവര് ഇവിടുന്ന് റോ മെറ്റീരിയൽസ് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി വിറ്റ് ഇവിടേക്ക് തന്നെ തിരിച്ച് എന്ത് ചെയ്തു? മാനുഫാക്ചർഡ് ഗുഡ്സ് ആയിട്ട് കൊണ്ടുവന്നപ്പോ ഇന്ത്യനെ അവർ എന്തായിട്ടാണ് മാറ്റുന്നത്? ഒരു മാർക്കറ്റ് ആയിട്ട്, ഒരു കമ്പോളമായിട്ടാണ് മാറ്റുന്നത്, അല്ലെ? അത് ഒരു റീസൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇമ്പാക്ട് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ലോ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് റേറ്റ്, അതായത് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് റേറ്റ് ഒക്കെ വളരെ കുറവായിരുന്നു. കുറഞ്ഞ രീതിയിലുള്ള ഇൻഡസ്ട്രിയൽ വ്യവസായിക മേഖലയുടെ വളർച്ച എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻ ഓഫ് ഇൻഡസ്ട്രി ടു GDP റിമൈൻഡ് വെരി ലോ. അതായത് GDP നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അതിലേക്കുള്ള ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻസ് ലോ ആയിരുന്നു, വളരെ കുറവായിരുന്നു. ഓക്കെ, ഇതൊക്കെയാണ് എന്ത്? ഇൻഡസ്ട്രിയൽ സെക്ടറിലെ ഇമ്പാക്ട്സ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു 5 പോയിന്റ്സ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഒന്നാമത്തെ എന്താണ്? ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് തകർന്നു, അതുപോലെ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായി, അതുപോലെ ലോക്കൽ പ്രൊഡക്ട്സ് ഫോറിൻ പ്രൊഡക്ട്സുമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതുപോലെ ഇന്ത്യ ഒരു മാർക്കറ്റ് ആയിട്ട് മാറി ഫോറിൻ പ്രൊഡക്ട്സിനുള്ള, അതുപോലെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് റേറ്റ് എന്തായിരുന്നു? ലോ ആയിരുന്നു, കുറവായിരുന്നു. അതുപോലെ തന്നെ GDP-യിലേക്കുള്ള ഇൻഡസ്ട്രിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നതും വളരെ കുറവായിരുന്നു. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എന്താണ് ഈ ക്വസ്റ്റ്യൻ? ഡ്യൂറിംഗ് ദ കൊളോണിയൽ റൂൾ ഇന്ത്യസ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്ഡ്, റൈറ്റ് ഡൗൺ ദ മേജർ ഡെവലപ്മെന്റ്സ്. നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷ് പോളിസിയിൽ നമുക്ക് കിട്ടിയ കുറച്ച് ഉപകാരങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലും അവരുടേതായ കുറച്ച് ലക്ഷ്യങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു, അല്ലെ? അതായത് നമ്മൾ ഈ റെയിൽവേ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ അവര് കൂട്ടിയപ്പോ എന്താ സംഭവിച്ചത്? ഇവിടുന്ന് നല്ല രീതിയിൽ റോ മെറ്റീരിയൽസ് ഒക്കെ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് അതൊക്കെ ഹെൽപ്പ് ചെയ്തു. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും ഇതിന്റെ ഇടയിൽ എന്തുണ്ട്? ഇതിന്റെ കുറച്ച് സത്യങ്ങളായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് വായിക്കുക. ദ ബ്രിട്ടീഷ് ഇൻട്രൊഡ്യൂസ്ഡ് റെയിൽവേസ്, ഇറ്റ് എനേബിൾഡ് പീപ്പിൾ ടു ഗോ ഫോർ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ. അതായത് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? റെയിൽവേകൾ കൊണ്ടുവന്നു. ഓക്കെ, ഇന്ത്യയിൽ എന്തുണ്ടായിരുന്നില്ല? റെയിൽവേസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാർ വന്നിട്ട് എന്ത് ചെയ്തു? ഇന്ത്യയിൽ റെയിൽവേ
കൊണ്ടുവന്നു. അങ്ങനെ ആളുകൾക്ക് ജനങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ഗോ ഫോർ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ, അതായത് ദൂരയാത്രകൾക്കൊക്കെ സൗകര്യപ്രദമായിട്ട് മാറി ബ്രിട്ടീഷുകാര് റെയിൽവേസ് കൊണ്ടുവന്നപ്പോ. പിന്നെയാണ് എന്ത്? കണക്റ്റഡ് പ്രൊഡക്ഷൻ സെന്റേഴ്സ് വിത്ത് മാർക്കറ്റ്സ് thereby leading to growth of trade. അതായത് പ്രൊഡക്ഷൻ സെന്ററുകളെയും അതുപോലെ തന്നെ മാർക്കറ്റ്സിനെയും, പ്രൊഡക്ഷൻ സെന്ററിനെ അതായത് ഒരു സാധനം ഉണ്ടാക്കുന്ന സ്ഥലവും അത് വിൽക്കുന്ന സ്ഥലവും തമ്മിൽ എന്ത് ചെയ്തു? കണക്ട് ചെയ്തു, അതായത് കൂട്ടിച്ചേർത്തു അല്ലെങ്കിൽ അടുത്തടുത്താക്കി മാറ്റി. അതിലൂടെ എന്ത് ചെയ്തു? ഗ്രോത്ത്, ട്രേഡിന്റെ ഗ്രോത്തിലേക്ക് നയിച്ചു. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ട്രേഡ് നടത്തുമ്പോൾ അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ചെറിയൊരു ബുദ്ധിമുട്ടാണ് അല്ലെ, ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഇത് പ്രൊഡക്ഷൻ സെന്റേഴ്സിനെയും മാർക്കറ്റ്സിനെയും കണക്ട് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ട്രേഡിന്റെ ഗ്രോത്തിന് അത് കാരണമായി. അതുപോലെ തന്നെ എന്താണ്? ഇൻലാൻഡ് ട്രേഡ് ആൻഡ് സീ ട്രാൻസ്പോർട്ട് ഓൾസോ ഡെവലപ്ഡ്, അതായത് റോഡ് മാർഗം ഉള്ളതും അതായത് ലാൻഡ് മാർഗം ഉള്ളതും അതുപോലെ തന്നെ എന്താണ്? കടൽ വഴിയൊക്കെ ഉള്ള കച്ചവടങ്ങള് ട്രേഡ് ഒക്കെ എന്ത് ചെയ്തു? വലിയ രീതിയിൽ വളർന്നു അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്തു, വികസനം പ്രാപിച്ചു. പിന്നെ പറയുന്നതാണ് എന്ത്? പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് വെർ ഡെവലപ്ഡ്, അതായത് എന്താണ്? നമ്മൾ ഈ കത്തെഴുതുക അതുപോലെയുള്ള സാധനങ്ങളൊക്കെ പോസ്റ്റ് പോലെയുള്ള അല്ലെങ്കിൽ ടെലഗ്രാഫ് പോലെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു? ഡെവലപ്പായി. അതെന്ത് ചെയ്തു? ഡെവലപ്പായിട്ട് മാറി. അതുപോലെ പോർട്സ് ആൻഡ് ഹാർബേഴ്സ് വെർ ഡെവലപ്ഡ്, പോർട്സ് അതായത് തുറമുഖങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അത് ഇൻക്രീസ് ചെയ്യുന്നതിനൊക്കെ അവർക്ക് കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? റോ മെറ്റീരിയൽസ് അങ്ങോട്ട് കൊണ്ടുപോകാനും അതുപോലെ ഫിനിഷ്ഡ് ഗുഡ്സ് ഇങ്ങോട്ട് കൊണ്ടുവരാനൊക്കെ വളരെ എളുപ്പമാണ് അല്ലെ. ഇങ്ങനെയുള്ള ട്രേഡ് സെന്റേഴ്സും പ്രൊഡക്ഷൻ സെന്റേഴ്സും മാർക്കറ്റായിട്ട് അടുത്ത് വെക്കുമ്പോഴും പോർട്സും ഹാർബേഴ്സും ഒക്കെ കൊണ്ടുവരുമ്പോഴൊക്കെ എന്തുണ്ട്? അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് ലക്ഷ്യങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പൊ 5ാമത്തെ ക്വസ്റ്റ്യനും എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ ഈ മെയിൻ 5 ക്വസ്റ്റ്യൻസ് ആണ് എന്ത്? നമ്മൾ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് പറയുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക? നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്